ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ സ്റ്റോറിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി കേൾക്കാം. സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും സ്റ്റോറി കേൾക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. വീടിൻ്റെ ടാങ്ക് വൃത്തിയാക്കുമെന്ന ഒരാളുടെ കഥയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ടീന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് പറ്റിയ ആ ഒരു അബദ്ധങ്ങളും പിന്നെ കാര്യങ്ങളും പിന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു കഥയാണ് കേട്ടോ ഇപ്പം പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതിരാവിലെ 6 മണിയായപ്പോൾ തന്നെ പുലർച്ചെ എഴുന്നേറ്റു. കുട്ടികൾക്കും പിന്നെ ഹസ്ബൻഡിനും പോകാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. ആ സമയം തന്നെ 7 മണിയായിട്ടുണ്ടായിരുന്നു. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ, പെട്ടെന്ന് തന്നെ തീരുന്നില്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ ടാങ്ക് വൃത്തിയാക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ചേട്ടാ, അയാൾ ഇനി എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ചുമ്മാ ചിന്തിച്ചുകൊണ്ട് നിന്നു. എന്നാലും സമയം പോകുന്നത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നു. പിന്നെ ഒരു വിധത്തിൽ എല്ലാ പണികളും പൂർത്തിയാക്കി ശേഷം ചോറും കറിയും തോരനും അവിയലും എല്ലാം ചേർത്തിട്ട് ഒരു വാഴയിലേക്കകത്ത് കുട്ടികൾക്കും ഹസ്ബൻഡിനും എല്ലാം ഞാൻ പൊതിഞ്ഞു കൊടുത്തു വിട്ടു. അതിനുശേഷം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഞാൻ നേരെ സോഫയിൽ വന്നിരുന്നു. അപ്പം തന്നെ എല്ലാവരും എന്നോട് ടാറ്റ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തെ എൻ്റെ ശരീരം മുഴുവൻ വിയർത്തിട്ടുണ്ടായിരുന്നു. എന്തൊരു ചൂടാ പുറത്ത്. വീട്ടിലാണെങ്കിൽ AC വെക്കാൻ പറഞ്ഞാൽ വെക്കില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. മുൻപാണെന്നുണ്ടെങ്കിൽ AC വെച്ചത് ആകെ ക്ലിയർ ആയിട്ട് അത് മൊത്തം കുളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു AC വെക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഇതുവരെ. ചെറിയ ഫാൻ ഒരു 3-4 അതിനുശേഷം ഹോളിന് താഴെ ആ ഒരു സോഫയിലിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് TV എന്തെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ TV വെച്ചു. ശേഷം TV കണ്ട് റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു സോഫയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുറിക്കും പുറത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന പോലെ, ആരോ വിളിക്കുന്നത് പോലെ, ആരുമില്ല ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ആരാണത് എന്നൊക്കെ ആദ്യം ചിന്തിച്ചു. ചേട്ടാ, ഈ സമയത്ത് ആരും വരുന്നില്ലല്ലോ, ഇനി ആ ടാങ്ക് വൃത്തിയാക്കാനുള്ള ആളായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം തന്നെ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഏകദേശം ഒരു 30 വയസ്സ് പ്രായം കാണും. അത്യാവശ്യം കട്ട മീശയും പിന്നെ ഒരു ലുങ്കിയായിരുന്നു വേഷം. അത് കൊടുത്തൊരാൾ വന്നിരിക്കുന്നു. അതെ, ഇവിടെ ടാങ്ക് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീടല്ലേ ഇത് എന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഇവിടെ തന്നെയാണ് ടാങ്ക് വൃത്തിയാക്കാനുള്ളത്. ഇന്ന് കാര്യങ്ങളെല്ലാം കഴിയില്ലേ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് കഴിയില്ല മാഡം, ഞങ്ങൾക്ക് കുറച്ച് സമയം കാര്യങ്ങളൊക്കെ വേണം. കാരണം ഒരാൾക്ക് തന്നെ ചെയ്യാനുള്ള പണികളല്ല, 2 പേര് ചെയ്യേണ്ട പണികളാണ്. ഞാനിപ്പോൾ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയില്ല എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പക്ഷേ എല്ലാ കാര്യങ്ങളും ഒന്ന് പെട്ടെന്ന് ക്ലിയറാക്കി തരണം. കാരണം എത്രയും പെട്ടെന്ന് തീർക്കുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതൊരു ഉപകാരമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളമില്ല, ആ ഒരു അവസ്ഥയിലേക്ക് പോവില്ലേ, അത് നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ, അത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ചെയ്യട്ടോ എന്ന് ഞാൻ വളരെ താഴ്മയായിട്ടുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞു. അയാൾ ആ സമയത്ത് അത് കേട്ടുകൊണ്ട് തന്നെ എനിക്ക് മറുപടി പറഞ്ഞു, ഞാൻ ശ്രമിക്കാം മാഡം, എല്ലാം ഒരു കാര്യങ്ങളല്ലേ, നമുക്കെല്ലാം നോക്കിയിട്ട് എല്ലാം അതിൻ്റെ വേണ്ടതുപോലെ ചെയ്യാം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അയാളുടെ ആ സംസാരത്തിൽ ഞാനൊരു പുഞ്ചിരി കാണിച്ചു. ശേഷം ഞാൻ ടാങ്കിൻ്റെ ആ ഒരു പൊസിഷൻ അയാളുടെ ഒപ്പം അവിടേക്ക് പോയി കാണിച്ചു കൊടുത്തു. അയാൾ ആ ടാങ്കിനുള്ളിലേക്ക് നോക്കി. ചേട്ടാ, ഇതൊരിക്കലും കഴുകാത്തൊരു ടാങ്കായിരുന്നു, വാങ്ങിച്ചിട്ട് ഇതുവരെ കഴിയിട്ടില്ലേ മാഡം എന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴുകലൊക്കെ വാഷിങ് കുറവാണ്, അതുകൊണ്ടാണല്ലോ നിങ്ങളെ വിളിച്ചത്. ഇവിടെ ഇറങ്ങി കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല. ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൊടിക്കുട്ടികളാണ്, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആ ഒരു ശരീരപ്രകൃതം കൊണ്ട് അതിനകത്തോട്ട് ഇറങ്ങാനൊക്കെ കുറച്ച് പാടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം എന്ന് ഞാൻ ചുമ്മാ ഒരു തമാശയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ മാഡം, ഞാൻ ശരിയാക്കിക്കോളാം.
കുറച്ച് സമയം എടുക്കും കേട്ടോ, കാരണം ഇത് വാഷ് ചെയ്യാത്തൊരു ടാങ്ക് ആയതുകൊണ്ട് തന്നെ നല്ല സമയം എടുക്കും ചെയ്തെടുക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും വൃത്തിയാക്കി തന്നാൽ മതി എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. മാഡം വിരോധമില്ലെങ്കിൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൂടെ തരുമോ? കാരണം കുറേ സമയമായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ നല്ല ദാഹമുണ്ട്, ശകലം വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അയ്യോ അതിനെന്താ, ഞാൻ എന്തൊക്കെയാണ് തിളപ്പിച്ചിട്ട വെള്ളം അവിടെ നിന്ന് കൊണ്ടുവരാം, എന്തായാലും കുഴപ്പമില്ലല്ലോ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം എന്ന് ഞാൻ പറഞ്ഞിട്ട് അവിടേക്ക് ചെന്നു. ശേഷം അയാൾക്കായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പിന്നെ വെയിലും ചൂടും പുകയൊക്കെയല്ലേ, അതുകൊണ്ട് തന്നെ ദാഹം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം തന്നെ ഞാൻ ആ ഒരു ചെക്ക് വെള്ളം കയ്യിൽ കരുതിയിരുന്നു. ശേഷം ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് അയാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കാര്യങ്ങളും ഗ്ലാസും അവിടെ മാറ്റി വെച്ചു. അയാൾക്കത് വളരെ സന്തോഷമായി. അതുകൊണ്ട് കൊടുത്തപ്പം തന്നെ അയാൾ പറഞ്ഞു കുഴപ്പമില്ല മാഡം, എല്ലാം ശരിയാക്കാം എന്ന് വീണ്ടും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഹോളിലേക്ക് പോയി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ടി വിയിലെ പ്രോഗ്രാം അങ്ങനെ നടക്കുകയായിരുന്നു. ഞാൻ അത് നോക്കി അങ്ങനെ ഇരുന്നു. അത് തീരുവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ ടി വിയുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ എന്നെ വിളിക്കുന്നു. മാഡം മാഡം ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് അവിടെ നിന്ന് വിളിച്ചു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇതാരാ, അയാളാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി അയാൾ തന്നെയാണെന്ന്. മാഡം അവിടെ ആ ഒരു ടാങ്ക് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് കാണിക്കാനാണ്, ജസ്റ്റ് ഒന്ന് അടച്ചു പിടിക്കാവോ, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ വെള്ളമാവും എന്ന് പറഞ്ഞ് അയാൾ എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ അവിടേക്ക് ചെന്നു. അയാൾ പറഞ്ഞത് ശരിയാണ്, അവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, അതെന്തെങ്കിലും വെച്ച് അടച്ചില്ലെങ്കിൽ പിന്നെ പണിയാവും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാഡം ഞാനിങ്ങനെ പിടിച്ചേക്കാം, മാഡം അത് ഈ ഒരു ഇത് വെച്ചൊന്ന് അടച്ചാൽ മതി, അപ്പല്ലേ ശരിയായിക്കോളും എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് കേട്ട സമയത്ത് തന്നെ അത് വെച്ച് അടച്ചു പിടിച്ചു. അപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാഡം അങ്ങനെയല്ല കേട്ടോ, കുറച്ച് ഇതായിട്ട് പിടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും എന്ന് അയാൾ പറയുന്ന സമയത്ത് ഞാൻ ഒരു പുഞ്ചിരിയോടെ ഞാനത് ആ സമയത്ത് നന്നായിട്ട് നോക്കിയത്. ശേഷം നല്ല രീതിയിൽ പിടിക്കാൻ ശ്രമിച്ചു. ആ മാഡം അങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ, അങ്ങനെ പിടിച്ചാൽ മാത്രം മതി എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പുഞ്ചിരിയുടെ ആ ഒരു കർത്തവ്യം അത് കംപ്ലീറ്റ് ചെയ്തു. ശേഷം ഞാൻ അയാളോട് ചോദിച്ചു ഇനി ഞാൻ പൊക്കോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഉടുത്തിരുന്ന സാരിയിൽ ആ ഒരു തുമ്പിൽ ചെറിയ അഴുക്ക് പറ്റിയിരുന്നു. അത് വെള്ളത്തിന്റെ കറയായിരുന്നു. പക്ഷേ അത് പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ആ പൈപ്പിന്റെ ചുവട്ടിൽ നിന്ന് വെള്ളം അതെടുത്ത് എൻ്റെ ആ സാരിയിലെ തുമ്പ് അത് മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കി. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി മാഡം, കറ പറ്റിയോ എന്ന് അയാൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചെറിയ രീതിയിലൊരു കറ പറ്റിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ കഴുകിക്കളഞ്ഞോളാം എന്ന് പറയുന്ന സമയത്ത് അയാൾ ആ ടാങ്കിൽ നിന്ന് ഇറങ്ങി വന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ അയാൾ എൻ്റെ സാരി പിടിച്ചിട്ട് ആ ഒരു പൈപ്പിൽ ആ ഒരു കറ പോകുന്നവരെ ജസ്റ്റ് അയാളുടെ കൈയുണ്ടായിരുന്ന ഏതോ ഒരു ലിക്വിഡ് വെച്ച് ഒന്ന് അലക്കിയെടുത്തു. ആ സമയത്ത് തന്നെ ആ കറ മുഴുവൻ ആ സാരിയിൽ നിന്ന് പോയി. പെട്ടെന്ന് അത് കണ്ട സമയത്ത് എനിക്ക് സന്തോഷമായി. അറിയാതെ പറ്റിയതാണെങ്കിലും അയാളത് മാറ്റി തന്നല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അയാളടുത്ത് താങ്ക്സ് പറഞ്ഞു. ഞാൻ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, കാരണം ഇത്രയും കോസ്റ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. സാരി എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണിത്, എനിക്കത് ശരിയാക്കി തന്നല്ലോ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഓ അതൊന്നും വേണ്ട മാഡം, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഇങ്ങോട്ട് ചെയ്തു തന്നാൽ മതി, ഒരു സഹായം അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊരു സഹായം ചെയ്യണം. അത് അയാൾ പറയുന്ന സമയത്ത് ഞാൻ പുഞ്ചിരിയോടെ ചോദിച്ചു എന്ത് സഹായം മാഷിന് വേണ്ടത്, ഞാൻ ചെയ്തു തരാമല്ലോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ തന്നെ അയാളുടെ അടുത്ത് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മാഡം, മാഡത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു.
അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കും, ആ സമയത്ത് ഇങ്ങോട്ട് വന്നാൽ മതി, ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ, അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ എന്ന് അയാൾ എൻ്റെ അടുത്ത് പുഞ്ചിരിയോട് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഞാനെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാം. പിന്നെ ഇവിടെ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതെല്ലാം പെയിൻറ്റിങ് ആയിട്ട് വർക്കാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുക്കളയിലേക്ക് വന്നാൽ മതി, ഞാൻ എടുത്ത് തരാം കഴിക്കാനൊക്കെ. പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ എപ്പോഴും വരാൻ പറ്റുമെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നാൽ മതി, ഞാൻ എടുത്ത് തരാം കേട്ടോ എന്ന് ഞാൻ അടുത്ത് മറുപടിയോട് പറഞ്ഞു. ആ സമയത്ത് ഞാനത് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അയാളെല്ലാം കേട്ടുകൊണ്ട് അയാളുടെ പണിയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ അപ്പോഴും അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പോയി ആദ്യം ഉണ്ടാക്കാൻ പോയത് ചോറായിരുന്നു. ചോറ് വെച്ചു, പിന്നെ മീനും വെട്ടിവെച്ചു. പിന്നെ ഇനി ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ അല്ലറ ചില്ലറ പരിപാടികളാണ്. അടുക്കളയിൽ നിന്ന് ക്ലീൻ ചെയ്യണം, അതൊക്കെയായിരുന്നു പരിപാടികൾ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്തോ കാർമേഘങ്ങൾ എന്തോ ഇരുട്ടായി വരുന്ന കണക്ക് തോന്നുന്നു. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ, ദൈവമേ പണി പാണയല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പെട്ടെന്ന് ഞാൻ അറിയാതെ തന്നെ ആ മഴ പെയ്തു, നല്ല പോലെ പെയ്യാൻ തുടങ്ങി. ശോ, ആകെ കഷ്ടമായല്ലോ. മറ്റേ മനുഷ്യനെ ഇനിയിപ്പം ഇങ്ങോട്ട് വരാൻ എന്താ ചെയ്യുക, ആളിപ്പം നനയുകയായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് അകത്തേക്ക് പോയി. ശേഷം ആ ഒരു കുടയെടുത്തുകൊണ്ട് വന്നു. ആള് ടെറസിൻ്റെ മേളിലാണ്, അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് വേണം ടാങ്ക് വൃത്തിയാക്കി ചെല്ലാൻ. ആ സമയത്ത് ആളെവിടെ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ കുടയും എടുത്തുകൊണ്ട് അവിടേക്ക് ചെന്നു. ആകെ പടികളെല്ലാം നന്നായിട്ട് തെന്നുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തെറ്റിലൊക്കെ നന്നായിട്ട് തോന്നുന്നുണ്ട്. വീഴാതെ ഒന്നും പറ്റാതെ ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. നല്ലോട്ട് ശ്രദ്ധിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അയാൾ അടുപ്പ് പുകയുന്ന സ്ഥലത്തെ ചെറിയൊരു ഷെഡിന് താഴെയാണ് നിൽക്കുന്നത്. അത് കണ്ട സമയത്ത് തന്നെ എനിക്ക് നല്ല ദയനീയത തോന്നി. മഴ നനയാതെ ആ ഒരു ചായ്പ് പോലുള്ള ഷെഡ് പോലെ കെട്ടിയിരിക്കുന്ന അതിന് തൊട്ടടുത്തായിട്ട് മഴ നനയാതെ ഇങ്ങനെ നിൽക്കുന്നു. അയാളുടെ തല മാത്രം നനയുന്നില്ല, ശരീരം മുഴുവൻ നനഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ മെല്ലെ നടന്നു. ആ സമയത്ത് നല്ല തെറ്റിലുണ്ടായിരുന്നു, ഞാൻ തെന്നി വീഴുന്നുണ്ട്. ആ സമയത്ത് ഞാൻ തെന്നി വീഴാൻ പോകുമ്പോൾ അയാൾ എന്നെ ഒന്ന് പിടിച്ചു. മാഡം വീഴല്ലേ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ, ആ പെട്ടെന്ന് കുടയിലോട്ട് കയറിക്കോ, മഴ നനയണ്ട എന്ന് പറഞ്ഞു. ശേഷം ഞാൻ പതുക്കെ അതിലേക്കൂടെ നടന്നു വന്നു. അയാളും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അയാൾ കുടയിലോട്ട് കയറിയ സമയത്ത് തന്നെ ആ മഴ നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങി. പെയ്ത്ത് പെയ്ത്ത് എന്നൊക്കെ പറയുന്ന പോലെ നല്ല പെയ്ത്തായിരുന്നു. ആ സമയത്ത് ചെറിയ ഇടിയും കൂടെ വെട്ടിയപ്പോൾ ഞാനൊന്ന് കിടങ്ങി. എന്താ മേഡം, എന്തൊരു പേടിയുണ്ടോ എന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അല്ല, എനിക്ക് ഇടിമിന്നലിച്ച് പേടിയുണ്ട് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അശോ, അതായിരുന്നു, ഇങ്ങനെ കിടങ്ങുന്ന കണക്ക് എനിക്ക് തോന്നി. ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് മേഡം, അത് കുറേ സമയം കഴിയുമ്പോൾ മാറിക്കൊള്ളും എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് ഞാൻ തിരിച്ചും മറുപടി പറഞ്ഞു. അങ്ങനെ ഞാൻ പടിഞ്ഞാറ് വശത്തെ വഴി വീടിൻ്റെ ആ ഒരു മൂലയിൽ കൂടെ തന്നെ അയാളുമായിട്ട് നടന്നു വന്നു. ഞങ്ങൾ ചെന്ന് കയറിയത് വീടിൻ്റെ അടുക്കള വശത്തേക്കാണ്. അടുക്കള വശത്തേക്ക് കയറിയപ്പോൾ തന്നെ ആൾക്കൊരാശ്വാസമായി. മഴയത്ത് നിന്ന് കയറിയല്ലോ എന്നുള്ള ആശ്വാസമായിരിക്കും എന്ന് ഞാൻ കരുതി. ഞാൻ അയാളോട് പറഞ്ഞു, ഞാനെന്നെങ്കിൽ തോർത്തെടുത്തിട്ട് വരാം, നിങ്ങൾ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും തല നന്നായിട്ട് തോർത്തുക, അല്ലെങ്കിൽ വല്ല പനിയും പിടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നാട്ടിലെ പനി ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ആ സമയത്ത് അയാളൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ അകത്ത് പോയി അയാൾക്ക് തല തോർത്താനുള്ള തോർത്തും എല്ലാം എടുത്തുകൊണ്ട് എന്ന് കൊടുത്തു. ആ സമയത്ത് അയാൾ തല തോർത്തി. ഞാൻ ഒരു പുഞ്ചിരിയോടെ നോക്കി.
ശേഷം അയാൾ ആ ഒരു തോർത്ത് എനിക്ക് നേരെ നീട്ടി. മാഡം, നിങ്ങൾ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. എൻ്റെ അത്ര ഇല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല ആ ഒരു മഴ നനഞ്ഞതിൻ്റെ എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് തല തുറത്തു എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് ഞാൻ നന്നായിട്ട് തല തോർത്തി. തലയും പിന്നെ ശരീരത്തിലേക്ക് വീണിരിക്കുന്ന ആ ഒരു മഴത്തുള്ളികളൊക്കെ ആ ഒരു തോർത്തുകൊണ്ട് തന്നെ ഒപ്പിയെടുത്തു. ആ സമയത്ത് ആളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ അയാളെ നോക്കി. നിങ്ങളുടെ തല തോർത്തിയിട്ടും അത് നന്നായിട്ടില്ലല്ലോ. എന്തെങ്കിലും പനി എന്തെങ്കിലും വരും മാഷേ. അപ്പോൾ നന്നായിട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തോർത്ത് കൈമാറി. ആ സമയത്ത് ആളെന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല തല തോർത്തുന്നത്, കുറച്ച് ശക്തിയായിട്ടിട്ട് ആ ഒരു തിരുമ്മിയെടുക്കുക, എങ്കിൽ മാത്രമേ തല നന്നായിട്ട് തോർത്താൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറി. ശേഷം അയാൾ ആ ഒരു സൈഡിൽ മാത്രം നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു ടെൻഷനും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ തോന്നി. ശേഷം ഞാൻ അയാളോട് പറഞ്ഞു, അകത്തേക്ക് കയറി വാ, അകത്തിരുന്നോളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കേണ്ട, തണുപ്പടിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ലുങ്കി എടുത്ത് തരാം, അത് തൽക്കാലം അത് കൊടുത്തിട്ട് നിൽക്കേ എന്ന് ഞാൻ അയാളടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ പാതി ഞാൻ അകത്തേക്ക് പോയി അയാൾക്ക് മാറാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുത്തുകൊണ്ടൊന്ന് കൊടുത്തു. അയാൾ ആ നിമിഷം തലയെല്ലാം തോർത്തി, ശരീരം തോർത്തി, ഞാൻ കൊണ്ടുവന്ന ആ ഒരു ഷർട്ടും ലുങ്കിയും എടുത്തിട്ട് നിന്നു. കുറച്ച് സമയത്ത് ശേഷം എനിക്ക് തന്നെ ഞെട്ടിപ്പോയി. ചേട്ടാ, ഇയാളെ ഇപ്പം കണ്ട എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ ഉണ്ടല്ലോ. ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അറിയാനേ പറ്റില്ല എന്ന് ഞാൻ ചിന്തിച്ചു. എന്താ ഇത്, എനിക്ക് തോന്നിയാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പം തന്നെ ആളെൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് മാഡം, ഇപ്പം കാണാനൊക്കെ ലുക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങളെ കണ്ടാൽ എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ ഉണ്ട്, എനിക്ക് ചിലപ്പം മാറിപ്പോവാനും ചാൻസ് ഉണ്ട് എന്നൊരു പുഞ്ചിരിയോടെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ പൊട്ടിച്ചിരിച്ചു. അങ്ങനെയൊന്നുമില്ല മാഡം, ഞാൻ ചുമ്മാ പറഞ്ഞാണ് എന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് വന്നു. ആ സമയത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന TV അതെല്ലാം ഓഫായിരുന്നു. അല്ലെങ്കിൽ ആൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് അതെങ്കിലും കൊടുക്കായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. ആ സമയം വരെ TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ TV ഇല്ല, കറണ്ടില്ല. മുറിക്കകം മൊത്തം ഇരുട്ടടച്ച പോലെ കിടക്കുകയാണ്. നല്ല കാർമേഘങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കറുത്തിരുണ്ട് കിടക്കുകയാണ് മുറിക്കകവും വീടിനകവും എല്ലാം. അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ വയ്യ ഉള്ളൊരവസ്ഥ. പെട്ടെന്ന് പുറത്ത് നല്ല മഴയാണ്. പുറത്തു നിന്നൊരാൾ വരുന്നത് പോലും കാണാൻ പറ്റാത്ത പോലെ അത്രയ്ക്ക് നല്ല മഴ. ആ മഴവെള്ളമെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോവുകയാണ്. അതെല്ലാം നോക്കി ഞാനങ്ങനെ നിന്നു. ശേഷം അയാളകത്തായിരുന്നു. ആ സമയത്ത് ഞാൻ പുറത്തെ സിറ്റൗട്ടിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് അയാൾ എന്നെ വിളിച്ചു, മാഡം ഒന്ന് ഇങ്ങോട്ട് വരാമോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ അകത്തേക്ക് കയറി. ആളവിടെ അടുക്കളയുടെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. മാഡം, ഇവിടൊക്കെ എങ്ങനെയാ ചെയ്തു വെച്ചേക്കുന്നത്, ഇതൊക്കെ ആരാ ചെയ്തത് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു. അതാ ഒരു പ്ലംബിംഗ് വർക്കും കാര്യങ്ങളും ആയിരുന്നു. ശേഷം ഞാൻ പറഞ്ഞു, ഇവിടെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ആളാണ് ഇവിടെ പ്ലംബിങ്ങും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തിരുന്നത്, ആള് ചെയ്തു വെച്ച കാര്യങ്ങളാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഇത് വൃത്തിയായിട്ടില്ല മാഡം എന്ന് അയാൾ പറഞ്ഞു. എനിക്ക് ഈ ഒരു മുറിയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് അയാൾ എന്നിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഓക്കെ, വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ വർക്കും എല്ലാം ഒന്ന് കാണാനൊരു കൊതി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മാഡം ഒന്ന് വരാമെങ്കിൽ നമുക്കെല്ലാം ഒന്ന് ചുറ്റിക്കാണായിരുന്നു എന്ന് പറഞ്ഞ് അയാളെൻ്റെ മുറിയിലേക്ക് തന്നെ പോയി. ആ സമയത്ത് ഞാനും അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാഡം കൂടെ ഒന്ന് വരുമോ എന്ന് അയാൾ എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു. ഞാൻ ആ ഒരു ഇരുട്ടടച്ച് കിടക്കുന്ന സമയത്ത് പോലും ആ ഒരു മുറിക്കകത്തേക്ക് കയറി. ആളവനകത്തുണ്ടായിരുന്നു. മാഡം, ഇവിടെ മൊത്തം ലൈറ്റ് ഓഫാണല്ലോ, ഇരുട്ടാവൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു മെഴുകുതിരി കത്തിച്ചേക്കാം, നിങ്ങൾക്ക് നോക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ, ജസ്റ്റ് നോക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. ശേഷം ഞാൻ അടുക്കളയിലിരുന്ന മെഴുകുതിരി ആ ഒരു തീപ്പെട്ടി കൊണ്ട് കത്തിച്ച് പതുക്കെ പതുക്കെ കൊണ്ടുവന്നു. ആളപ്പോഴും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ എന്താണ് മനസ്സിലായത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിയത് വേണം. അവിടെയും ഇവിടെയൊക്കെ ലൈറ്റ്സിന്റെ പണികളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഇവിടെ വരാറുണ്ട്. അതെന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയതാണ്. ഇവിടെ അധികം പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ലൈറ്റ്സിന്റെ വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ ഓക്കെയാണ്. പ്ലംബിങ്ങിന്റെ അത്യാവശ്യം ശ്രദ്ധിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി. ശേഷം അയാളുടെ കണ്ണ് പോയത് അടുത്തടുത്തൊരു റൂമിലേക്കാണ്. അത് എൻ്റെ മാത്രം പേഴ്സണൽ റൂമായിരുന്നു. അയാൾ അകത്തേക്ക് കയറുന്ന കണ്ടപ്പോൾ ഞാൻ അയാളെ ജസ്റ്റ് ഒന്ന് തടഞ്ഞു. കാരണം എൻ്റെ ഡ്രസ്സ് മുഴുവൻ അതിനകത്ത് കൂട്ടിയിട്ടേക്കായിരുന്നു. അതിലേക്ക് കയറണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം അയാൾ പറഞ്ഞു, മാഡം ജസ്റ്റ് എനിക്കിത് കാണാനാണ് എന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഞാനും ആ ഒരു ഇരുട്ടടച്ച ആ റൂമിലേക്ക് പോയി, അതും മെഴുകുതിരി വട്ടമായിട്ട്. ഇനി ഈ ഒരു കഥയുടെ 2ാം പാർട്ട് ഞാനിവിടെ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി വേണ്ടവർ കമൻറ്റ് ചെയ്യുക.